അനശ്വര പ്രണയത്തിൻ്റെ താജ്മഹാലാണ് ചെമ്മീൻ. നമുക്കേറെ പ്രിയപ്പെട്ട തകഴി ശിവശങ്കരപ്പിള്ളയുടെ ചെമ്മീൻ പിന്നീട് രാമു കാര്യാട്ടിൻ്റെ ചെമ്മീനായി. അതുതന്നെ സത്യൻ്റെയും മധുവിൻ്റെയും ഷീലയുടെയും ചെമ്മീനായി. മാർക്കസ് ബെഡ്ലിയുടെ ഛായാഗ്രഹണം, ഋഷികേശ് മുഖർജിയുടെ എഡിറ്റിംഗ്, സലീം ചൗധരിയുടെ ഈണങ്ങൾ, വയലാറിൻ്റെ വരികൾ, മന്നാടയുടെ ശബ്ദം. ഇനി എന്ത് വേണം മലയാളത്തിന് അഭിമാനിക്കാൻ? 1966 ഓഗസ്റ്റ് മാസം 19-ാം തീയതിയാണ് മലയാളത്തിൻ്റെ ചെമ്മീൻ മലയാളത്തിൽ റിലീസ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ മലയാളത്തിലെ ആദ്യത്തെ ആഗോള സിനിമയാണ് ചെമ്മീൻ. പ്രാദേശിക വിശ്വാസങ്ങളും ഐതിഹ്യവും കടലും കടലിലെ തിരമാലകളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന സിനിമയാണല്ലോ ചെമ്മീൻ. രാമു കാര്യാട്ട് ഈ സിനിമയിലേക്ക് എത്തിച്ചേരാൻ ഒരുപാട് പ്രയാസങ്ങളാണ് അനുഭവിച്ചത്. അതിൻ്റെ കഥയാണ് ഇന്ന് തിരക്കഥയുടെ രീതിശാസ്ത്രം ചർച്ച ചെയ്യുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. മലയാളത്തിലെ ക്ലാസിക് നോവലായ തകഴിയുടെ ചെമ്മീൻ അത് പുറത്തിറങ്ങിയ ദിവസം തന്നെ എറണാകുളത്തെ ഒരു ഷോപ്പിൽ നിന്നും രാമു കാര്യാട്ട് വാങ്ങി. വീട്ടിൽ വന്നിരുന്ന വായന തുടങ്ങുമ്പോൾ രാമു കാര്യാട്ടിൻ്റെ മുന്നിൽ തെളിഞ്ഞത് തകഴിയുടെ അക്ഷരങ്ങളായിരുന്നില്ല, പകരം നിറയെ വിഷ്വലുകൾ. മുടിയനായ പുത്രൻ പോലുള്ള നല്ല സിനിമകൾ എടുത്ത് അക്കാലത്ത് മലയാള സിനിമയിൽ സവിശേഷമായ ഒരു സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു രാമു കാര്യാട്ട്. കലാസിനിമയും വാണിജ്യ സിനിമയെയും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെ കൈകാര്യം ചെയ്യാൻ അറിയുമായിരുന്ന സംവിധായകനായിരുന്നു അക്കാലത്ത് രാമു കാര്യാട്ട്. സഖ്യൻ്റെ അപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ പേര് തെളിഞ്ഞു കേട്ട സമയമായിരുന്നു അത്. അദ്ദേഹം തൻ്റെ അടുത്ത സുഹൃത്തായ വൈദ്യനാഥ് അയ്യരെ കണ്ടു. ചെമ്മീൻ എന്ന നോവൽ തനിക്ക് സിനിമയാക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. വൈദ്യനാഥ് അയ്യർക്ക് പൂർണ്ണ സമ്മതമായിരുന്നു. തകഴിയുടെ അനുവാദം കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ ചിത്രം നിർമ്മിക്കാൻ തയ്യാറെന്ന് വൈദ്യനാഥ് അയ്യർ അദ്ദേഹത്തെ അറിയിച്ചു. അങ്ങനെ വൈദ്യനാഥ് അയ്യരും രാമു കാര്യാട്ടും ആലപ്പുഴയിലേക്ക് വച്ചുപിടിച്ചു. തകഴിയുടെ വീടായിരുന്നു ലക്ഷ്യം. തകഴി ഒരു ഉച്ചയുറക്കം കഴിഞ്ഞ് തൻ്റെ ചാരുകസേരയിൽ തകഴിയുടെ വീട്ടിൽ വിശ്രമിക്കുന്ന സമയം ഇരുവരും ചെന്നു. രാമു കാര്യാട്ടിനെ തകഴിക്ക് പണ്ടേ അറിയാം. വൈദ്യനാഥ് അയ്യരെയും അദ്ദേഹത്തിന് പരിചയമുണ്ട്. ചെമ്മീൻ രാമു കാര്യാട്ട് സിനിമയാക്കുന്നുവെന്ന് കേട്ടപ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷമാണ് തകഴിക്ക് അനുഭവപ്പെട്ടത്. അദ്ദേഹം അതേപടി ഉടൻ തന്നെ ഒരു കരാർ എഴുതി രാമു കാര്യാട്ടിന് കൊടുത്തു. ഒരേ ഒരു നിർദ്ദേശം മാത്രമാണ് തകഴിക്ക് പറയാനുണ്ടായിരുന്നത്. ഞാൻ എഴുതിയ നോവലിൽ നിന്നും ഒരക്ഷരം പോലും മാറ്റരുത്, നോവൽ മാറ്റുകയില്ല എന്ന ഉറപ്പ് രാമു കാര്യാട്ട് തകഴിക്ക് നൽകി. അങ്ങനെ എസ് എൽ പുരം സദാനന്ദനുമായി ചേർന്ന് രാമു കാര്യാട്ട് ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കി. വൈദ്യനാഥ് അയ്യരുടെ മകൾ കൺമണിയുടെ പേരിൽ ഒരു ബാനർ രൂപീകരിച്ചു. കൺമണി ഫിലിംസ് എന്നായിരുന്നു ആ ബാനറിൻ്റെ പേര്. പിന്നീടാണ് ഈ കാര്യത്തിൽ ഒരു ആൻറ്റി ക്ലൈമാക്സ് ഉണ്ടാകുന്നത്. പ്രണയവും ദുരന്തവും ഐതിഹ്യവും വിശ്വാസവും ഒക്കെ നിറഞ്ഞ ഒരുപാട് ഭാവതലങ്ങളുള്ള ഒരു സ്ക്രിപ്റ്റാണ് രാമു കാര്യാട്ടും എസ് എൽ പുരം സദാനന്ദനും ചേർന്ന് എഴുതിയത്. ഇവർ സ്ക്രിപ്റ്റ് ആദ്യം വായിച്ചു കേൾപ്പിച്ചത് തകഴി ശിവശങ്കരപ്പിള്ളയാണ്. അദ്ദേഹത്തിന് സ്ക്രിപ്റ്റ് പൂർണ്ണമായും ഇഷ്ടപ്പെട്ടു. പരീക്കുട്ടിയുടെയും കറുത്തമ്മയുടെയും പ്രണയം തീർത്തും ഭംഗിയായി സ്ക്രിപ്റ്റിൽ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞതായി തകഴി ശിവശങ്കരപ്പിള്ള മനസ്സിലാക്കി. പളനിയുടെ ദുരന്തം അതേപടി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. രാമു കാര്യാട്ടിൻ്റെ ഫ്രെയിമുകളിൽ അദ്ദേഹത്തിന് തകഴി ശിവശങ്കരപ്പിള്ളയ്ക്ക് പൂർണ്ണമായ വിശ്വാസമായിരുന്നു. ONV കുറുപ്പിനെ കൊണ്ടാണ് താൻ പാട്ടുകൾ എഴുതിപ്പിക്കാൻ പോകുന്നു എന്ന കാര്യവും രാമു കാര്യാട്ട് തകഴിയോട് പറഞ്ഞു. ഏതായാലും ഈ സ്ക്രിപ്റ്റ് അടുത്തതായി വായിച്ചു കേൾപ്പിക്കേണ്ട ചുമതല ചിത്രത്തിൻ്റെ നിർമ്മാതാവായ വൈദ്യനാഥ് അയ്യർക്കായിരുന്നു. എറണാകുളത്തെ ഒരു ഹോട്ടൽ മുറിയിലിരുന്ന് എസ് എൽ പുരം സദാനന്ദനും രാമു കാര്യാട്ടും ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റ് നിർമ്മാതാവിന് വായിച്ചു കൊടുക്കുകയാണ്. സ്ക്രിപ്റ്റ് പൂർണ്ണമായും വായിച്ചു കേട്ട ശേഷം വൈദ്യനാഥ് അയ്യർ ആദ്യം തന്നെ തനിക്ക് ഈ ചിത്രത്തിൽ റിസ്ക് എടുക്കാൻ തയ്യാറല്ല എന്ന വിവരം പറഞ്ഞു. അതായത് ഈ ചിത്രം നിർമ്മിക്കാൻ താൻ തയ്യാറല്ല. രാമു കാര്യാട്ട് സ്തബ്ധനായി. ഇനി എന്താണ് ചെയ്യേണ്ടത്? തനിക്ക് ഇതുപോലൊരു ബിഗ് ബജറ്റ് ചിത്രം എടുക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല. എസ് എൽ പുരം സദാനന്ദൻ്റെ കാര്യം പറയുകയും വേണ്ട. ചിത്രത്തിൻ്റെ നായകന്മാരിൽ ഒരാളായ പളനിയുടെ മരണമാവാം ഒരു പക്ഷേ വൈദ്യനാഥ് അയ്യരെ പിന്നോക്കം വലിച്ചത്. വൈദ്യനാഥ് അയ്യരെ പോലെ ധാരാളം പണവും സമ്പത്തുമുള്ള ഒരു നിർമ്മാതാവിനെ കിട്ടുക അക്കാലത്ത് വളരെയധികം പ്രയാസമായിരുന്നു. വൈദ്യനാഥ് അയ്യർ പിന്മാറിയെന്ന് കരുതി രാമു കാര്യാട്ട് ചിത്രത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറായിരുന്നില്ല.
എസ്.എൽ. പുരം സദാനന്ദൻ ഏതാണ്ട് ഈ പ്രോജക്റ്റ് ഉപേക്ഷിച്ച മട്ടിൽ തന്നെ കളഞ്ഞു. തകഴി ശിവശങ്കരപ്പിള്ളയ്ക്കും ഉറപ്പായിരുന്നു ഒരു കാരണവശാലും ചെമ്മീൻ എന്ന സിനിമ നടക്കാൻ സാധ്യതയില്ലെന്ന്. പക്ഷേ രാമു കാര്യാട്ട് ഒന്ന് തീരുമാനിച്ചാൽ അത് അദ്ദേഹം നടപ്പാക്കും. അദ്ദേഹം ബോംബെയിൽ ഇന്ത്യ സർക്കാരിൻ്റെ അധീനതയിലുള്ള ഫിലിം ഫിനാൻസ് കോർപ്പറേഷനെ സമീപിച്ചു. ഈ ചിത്രത്തിന് ഫണ്ട് ചെയ്യാൻ അവർ തയ്യാറായിരുന്നു. പക്ഷേ 80,000-ഓളം രൂപ ആദ്യം നിർമ്മാതാവ് മുടക്കണം. എങ്കിൽ മാത്രമേ ബാക്കി പണം ഫിലിം ഫിനാൻസ് കോർപ്പറേഷൻ മുടക്കുകയുള്ളൂ. 80,000 രൂപ അക്കാലത്തൊരു വലിയ സംഖ്യയാണല്ലോ. എങ്ങനെയാവും ഇത് കണ്ടുപിടിക്കുക? ഒരു സുഹൃത്താണ് രാമു കാര്യാടിനോട് പറഞ്ഞത്, എറണാകുളത്ത് ഒരു ബിസിനസ്സുകാരനുണ്ട്, ദിവാൻസ് റോഡിലാണ് അദ്ദേഹം താമസിക്കുന്നത്. ബാബു സേട്ട് എന്നാണ് പേര്. ബിസിനസ്സുകാരനെന്നും കേട്ട് നിങ്ങൾ ഞെട്ടരുത്. ബാബു സേട്ടിന് അക്കാലത്ത് പ്രായം വെറും 19 വയസ്സായിരുന്നു. രാമു കാര്യാട്ട് മടിച്ചില്ല. എറണാകുളത്തേക്ക് പോയി. അദ്ദേഹം നിർമ്മാതാവിനെ തേടുകയായിരുന്നില്ല. പകരം വെറും 80,000 രൂപ കടമായി ലഭിക്കുക എന്ന ഉദ്ദേശം മാത്രമാണ് ഉണ്ടായിരുന്നത്. ബാബു സേട്ടിൻ്റെ ദിവാൻസ് റോഡിലുള്ള വീട്ടിലെത്തി അദ്ദേഹം കാര്യം വിശദീകരിച്ചു പറഞ്ഞു. ബാബു സേട്ട് എന്ന 19-കാരൻ അക്കാലത്ത് ബിസിനസ്സിൽ ശ്രദ്ധേയമായ പങ്ക് വഹിക്കുന്ന കാലമായിരുന്നു. അവർ കുടുംബത്തോടുകൂടി ബിസിനസ്സുകാരായിരുന്നു. ബാബു സേട്ട് പറഞ്ഞു, 80,000 രൂപ ഞാൻ തരാം, പക്ഷേ അതിൽ കൂടുതൽ 1 രൂപ പോലും പിന്നീട് ചോദിക്കരുത്. ചിത്രത്തിൻ്റെ നിർമ്മാണ അവകാശമൊന്നും വേണ്ട, എനിക്ക് വേണ്ട. നിങ്ങൾ ഈ ചിത്രം നിർമ്മിക്കുകയോ എന്തോ ചെയ്തോ, പക്ഷേ 80,000 രൂപ പറയുന്ന സമയത്ത് കൃത്യമായി എനിക്ക് മടക്കിത്തരണം. രാമു കാര്യാടിന് സന്തോഷമായി. അദ്ദേഹം 80,000 രൂപ ബാബു സേട്ടിൽ നിന്നും വാങ്ങി ബോംബെയിലേക്ക് വണ്ടി കയറി. ബാബു സേട്ടിൽ നിന്നും കിട്ടിയ 80,000 രൂപ കൊണ്ട് രാമു കാര്യാട് ചിലർക്കെല്ലാം അഡ്വാൻസ് കൊടുത്തു. തകഴി ശിവശങ്കരപ്പിള്ളയ്ക്കും എസ്.എൽ. പുരം സദാനന്ദനും ഈ ചിത്രം നടക്കാൻ സാധ്യതയുണ്ടെന്ന് ഒരു ബോധ്യം അങ്ങനെ വന്നു തുടങ്ങി. ONV കുറുപ്പ് സാറിനെയാണ് ചിത്രത്തിൻ്റെ ഗാനരചന ഏൽപ്പിച്ചിരുന്നത്. സലിൻ ചൗധരിയാണ് മ്യൂസിക്. ONV കുറുപ്പ് സാറിന് ബോംബെയിലെത്തി സലിൻ ചൗധരിയെ കാണാൻ അക്കാലത്ത് അവധി കിട്ടിയില്ല. അങ്ങനെ പകരം വയലാറിനെ നിശ്ചയിച്ചു. വയലാറിന് പക്ഷേ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. അദ്ദേഹം സാധാരണ നേരത്തെ തയ്യാറാക്കിയ ഈണങ്ങൾക്കനുസരിച്ച് വരികൾ എഴുതുമായിരുന്നില്ല. സലിൻ ചൗധരി ഈണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് ആദ്യം ചെയ്തത്. അതിന് തനിക്ക് വരികൾ എഴുതാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പിണങ്ങിപ്പോയ ഒരു സന്ദർഭവും ഇതിലുണ്ട്. അന്ന് വയലാർ അങ്ങനെ പിണങ്ങിപ്പോയിരുന്നെങ്കിൽ ചെമ്മീനിലെ ഇത്രയും മനോഹരമായ ഗാനങ്ങൾ എങ്ങനെ പിറക്കുമായിരുന്നു? ഒടുവിൽ രാമു കാര്യാട്ട് എന്ന സൗഹൃദത്തിന് മുമ്പിൽ വയലാർ മുട്ടുമടക്കുകയായിരുന്നു. വയലാർ എപ്പോഴും അങ്ങനെയായിരുന്നു. അദ്ദേഹത്തിന് സുഹൃത്തുക്കളെക്കാൾ വലുത് മറ്റൊന്നും ആയിരുന്നില്ല. മലയാറ്റൂർ രാമകൃഷ്ണൻ്റെയും രാമു കാര്യാട്ടിൻ്റെയും ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നല്ലോ വയലാർ. ഒടുവിൽ സലീം ചൗധരിയുടെ ഈണങ്ങൾക്ക് മുമ്പിൽ പാട്ടെഴുതാൻ വയലാർ തയ്യാറായി. ഇത് സത്യത്തിൽ മലയാള സിനിമയുടെ മലയാള ഗാനരചനയിലെ ഒരു ചരിത്ര സംഭവമാണ്. സലിം ചൗധരിയുടെ ഈണങ്ങൾക്ക് മുമ്പിൽ വയലാർ എത്ര മനോഹരമായാണ് അദ്ദേഹത്തിൻ്റെ വരികൾ എഴുതി കൊടുത്തത്. മന്നാടയാണ് ഈ ചിത്രത്തിലെ ചില ഗാനങ്ങൾ ആലപിച്ചത്. മന്നാടയ്ക്ക് മലയാളം അറിയുമായിരുന്നില്ല. മന്നാടയെ മലയാളം പഠിപ്പിക്കാൻ വന്ന സുലോചന കുമാരൻ എന്ന കണ്ണൂരുകാരി പിന്നീട് മന്നാടയുടെ സഹധർമ്മിണിയായ ഒരു രസകരമായ സംഭവവും ഈ ചിത്രത്തിലുണ്ട്. വൈദ്യനാഥ് അയ്യരുടെ മകളുടെ പേരായ കൺമണിയുടെ ബാനറൊന്നും മാറ്റാൻ പാവം ബാബു സേട്ട് നിന്നില്ല. ഇതിനിടയിൽ ബാബു സേട്ടും രാമു കാര്യാട്ടും തിക് ഫ്രണ്ട്സായി മാറി. ഇരുവരും ചേർന്നായിരുന്നു പിന്നീടുള്ള യാത്രകൾ. ഒരു ദിവസം ബോംബെയിലെ ഫിലിം ഫിനാൻസ് കോർപ്പറേഷനിലേക്ക് രാമു കാര്യാടിനൊപ്പം ട്രെയിനിൽ ബാബു സേട്ടും പോയി. യാത്രയിലുടനീളം അവർ ചെമ്മീൻ എന്ന സിനിമയെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഒരു സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ രാമു കാര്യാട്ട് മറ്റൊന്നും ചിന്തിക്കാറ് പോലുമില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സിനിമയുടെ ഫ്രെയിമുകൾ അങ്ങനെ വളർന്ന് വികസിച്ചു കൊണ്ടിരിക്കും. എന്താണ് താൻ എടുക്കാൻ പോകുന്നതിൻ്റെ ഉത്തമ ബോധ്യം രാമു കാര്യാട്ടിൻ്റെ മനസ്സിലാണ് ആദ്യം തെളിയുക. അതായത് രാമു കാര്യാട്ടിൻ്റെ സിനിമ ജനിക്കുന്നത് ആദ്യം ഫ്രെയിമുകളിലല്ല, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തന്നെയായിരുന്നു. ഒരു യാത്രയിൽ ബാബു സേട്ട് രാമു കാര്യാട്ടിനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ സർക്കാർ ഓഫീസിൻ്റെയൊക്കെ പുറകെ നടന്ന് സമയം കളയുന്നതെന്ന്? എങ്കിൽ പിന്നെ നീ ഈ ചിത്രം നിർമ്മിക്കാനുള്ള പണം തരുമോ എന്ന് ദേഷ്യത്തോടു കൂടി രാമു കാര്യാട്ട് ബാബു സേട്ടിനോട് ചോദിച്ചു. അപ്പോൾ ബാബു സേട്ട് പറഞ്ഞു, ഞാൻ ഈ ചിത്രം നിർമ്മിക്കാൻ തയ്യാറായാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിർമ്മിക്കാൻ തയ്യാറായാൽ ഞാൻ ഈ പേപ്പറുകളെല്ലാം കീറിക്കളയും എന്ന് വളരെ നിസ്സാരതയോടുകൂടി രാമു കാര്യാട്ട് പറഞ്ഞു. പിന്നെ വൈകിയില്ല. രാമു കാര്യാടിന് ആ ലോണിൻ്റെ അപേക്ഷ കീറേണ്ട
ഒരു അവസ്ഥ വന്നു ചേർന്നില്ല. പകരം ബാബു സേട്ട് അത് പിടിച്ചു വാങ്ങി കയറി ട്രെയിനിന് പുറത്തേക്കിട്ടു. അങ്ങനെ ബാബു സേട്ട് ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാവായി മാറി. 80,000 രൂപയല്ല, ഏതാണ്ട് 8 ലക്ഷം രൂപയാണ് ബാബു സേട്ട് ഈ ചിത്രത്തിന് വേണ്ടി മുടക്കിയത്. മലയാളത്തിലെ രണ്ടാമത്തെ കളർ പടമായിരുന്നു ഈ ചിത്രം. കളറിലൊരു ചിത്രം ചിത്രീകരിക്കണമെങ്കിൽ അക്കാലത്ത് എളുപ്പമായിരുന്നില്ല. അതിൻ്റെ വാണിജ്യപരമായ സാധ്യതകൾ സർക്കാരിനെ ബോധ്യപ്പെടുത്തണം. അതെല്ലാം ബോധ്യപ്പെടുത്തിയാണ് കളർ ഫിലിം അദ്ദേഹം മദിരാശിയിൽ നിന്നും കൊണ്ടുവന്നത്. ഇങ്ങനെ പലതുകൊണ്ടും ശ്രദ്ധേയമായ, പലതുകൊണ്ടും വ്യത്യസ്തമായ ഒരു ചരിത്ര സംഭവമായി ചെമ്മീൻ മാറുകയായിരുന്നു. ആലപ്പുഴയിലെ പുന്നപ്രയിലാണ് ചിത്രത്തിൻ്റെ ലൊക്കേഷൻ തീരുമാനിച്ചത്. ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് പുന്നപ്രയിൽ ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ നാട്ടുകാർ വല്ലാത്തൊരു പ്രക്ഷോഭത്തിൻ്റെ മൂഡിലായിരുന്നു. അവർക്ക് പണം വേണം. ഒടുവിൽ ചിത്രം വൈൻഡപ്പ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ക്രൂ കൊടുങ്ങല്ലൂരിനടുത്തുള്ള അഴീക്കോട് കടപ്പുറത്തെത്തി. അഴീക്കോട് കടപ്പുറത്ത് ഏതാണ്ട് 41 ദിവസത്തെ ചിത്രീകരണമാണ് നടത്തിയത്. ഇതിനിടയിൽ ഒരു ദിവസം സത്യന് ഒരു അപകടം സംഭവിച്ചു. പക്ഷേ അത്ര കാര്യമായ അപകടമായിരുന്നില്ല. സത്യനെ കടലിൽ നടന്ന ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അവിടുത്തെ നാട്ടുകാരായ മത്സ്യത്തൊഴിലാളികളാണ്, നാട്ടികയിലെ മത്സ്യത്തൊഴിലാളികൾ. പിന്നീട് നാട്ടികയിലെ മത്സ്യത്തൊഴിലാളികൾ അവരുടെ വീടുകളെല്ലാം ഈ ഷൂട്ടിംഗ് ക്രൂവിന് വേണ്ടി വിട്ടുകൊടുത്ത രസകരമായ സംഭവമുണ്ടായി. നാട്ടിക, അഴീക്കോട് ഈ സ്ഥലങ്ങളെല്ലാം ഒരുമിച്ച് നിന്നാണ് ചെമ്മീനിന് വേണ്ടി ചെമ്മീൻ്റെ ചിത്രീകരണത്തിന് സഹായിച്ചത്. ചിത്രത്തിലെ 2 പ്രധാനപ്പെട്ട സീനുകൾ നിങ്ങൾക്കറിയാം. ഒന്ന്, പളനി വള്ളവുമായി ചുഴിയിൽപ്പെട്ട് അപകടത്തിൽ പെടുന്ന ആ സീൻ. അതൊരിക്കലും കടലിൽ ചിത്രീകരിക്കാൻ കഴിയുമായിരുന്നില്ല. കടലിൽ ചിത്രീകരിച്ചെങ്കിൽ ഒരുപക്ഷെ കോളിളക്കത്തിലെ ആ ഹെലികോപ്റ്റർ അപകടം പോലെ അതായേനെ എന്ന് പിൽക്കാലത്ത് പല സാഹിത്യ വിമർശകരും സിനിമാ വിമർശകരും പറഞ്ഞിട്ടുണ്ട്. ഈ രംഗം മദിരാശിയിലെ ഫ്ലൈയിങ് ക്ലബിനടുത്തുള്ള ഒരു സ്വിമ്മിംഗ് പൂളിൽ വെച്ചാണ് ചിത്രീകരിച്ചതെന്ന് പറയാൻ എത്ര പേർ വിശ്വസിക്കും? ഇന്ന് നമ്മൾ ചെമ്മീൻ കണ്ടാൽ പോലും അതിലെ ആ രംഗങ്ങൾ വളരെ ഭീകരമായി നമ്മുടെ മനസ്സിലേക്കെത്തും. പളനി കടലിലെ തിരമാലകൾക്കിടയിൽപ്പെട്ട്, കടലിലെ ചുഴിയിൽപ്പെട്ട്, ചുഴിയുടെ അഗാധതയിലേക്ക് പതിയെ കടന്നുപോയി മരണത്തെ ചുറ്റിപ്പിടിക്കുന്ന രംഗം. ഫ്ലൈയിങ് ക്ലബിനടുത്തുള്ള ആ സ്വിമ്മിംഗ് പൂളിൽ ഒരു ഹൈസ്പീഡ് ക്യാമറ വെച്ച് ചെറിയൊരു മോട്ടോറിൻ്റെ സഹായത്തോടു കൂടിയാണ് തിരമാലകൾ ഉണ്ടാക്കി ഈ രംഗം ചിത്രീകരിച്ചത്. പിന്നീട് ഭീമാകാരനായ ഒരു മത്സ്യം പളനി ആക്രമിക്കുന്ന ഒരു രംഗമുണ്ട്. അത് ചിത്രീകരിച്ചതാകട്ടെ ഒരു ഫിഷ് ടാങ്കിനുള്ളിൽ ഒരു മത്സ്യത്തെ എടുത്തിട്ട ശേഷം അത് ഹൈസ്പീഡ് ക്യാമറയുടെ സഹായത്തോടെയാണ് രാമു കാര്യാട്ട് ചിത്രീകരിച്ചത്. ഇവിടെയാണ് മാർക്കസ് ബഡ്ലി എന്ന ആഗോള പ്രശസ്തനായ ഛായാഗ്രാഹകൻ്റെ സാന്നിധ്യം നാം അനുഭവപ്പെടുന്നത്. ഒപ്പം രാമു കാര്യാട്ടിൻ്റെ സംവിധാന മികവും എസ്.എൽ. പുരം സദാനന്ദിൻ്റെ എഴുത്തിൻ്റെ മിടുക്കും. തീർച്ചയായും ഇത്തരം രംഗങ്ങളാണ് ഈ സിനിമയെ നമ്മുടെ അക്കാലത്തെ മലയാള സിനിമയിൽ നിന്നും മാറ്റി നിർത്തുന്നത്. വളരെ ചെറിയ മുതൽ മുടക്കിലാണ് ഈ ക്ലൈമാക്സ് ചിത്രീകരിച്ചതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ യുവതലമുറ സിനിമാക്കാർ പോലും ഒരുപക്ഷെ വിശ്വസിച്ചുവെന്ന് വരത്തില്ല. ഇന്ന് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒക്കെ വമ്പം പടങ്ങൾ വരുമ്പോൾ റിലീസ് കേന്ദ്രങ്ങളിൽ പോലീസിനെ വിന്യസിപ്പിക്കുന്നത് ഒരു അസാധാരണ സംഭവമല്ല. എന്നാൽ 1966 ഓഗസ്റ്റ് 19 ചെമ്മീൻ റിലീസായ ദിവസം, അതും വെറും 9 സ്റ്റേഷനുകളിലാണ് ഈ ചിത്രം റിലീസ് ചെയ്തത്. ആ 9 സ്റ്റേഷനുകളിലും ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുവാൻ പോലീസിനെ വിനിയോഗിച്ചു, അല്ലെങ്കിൽ പോലീസിനെ വിന്യസിപ്പിച്ചു എന്ന രസകരമായ സംഭവം ഇതിനുണ്ട്. ഓഗസ്റ്റ് 19 ചിത്രം ഇറങ്ങിയതെങ്കിലും ജൂലൈ 23 പത്രങ്ങളിൽ ഒരു പേജ് പരസ്യം വന്നു. അതായത് ഓഗസ്റ്റ് 1 ഈ ചിത്രത്തിൻ്റെ മുൻകൂർ ബുക്കിംഗ് തുടങ്ങും എന്നായിരുന്നു പരസ്യം. ഇതൊന്നും അക്കാലത്ത് അത്ര സാധാരണ സംഭവമായിരുന്നില്ല. രാമു കാര്യാട്ട് ഒരു ചിത്രത്തിന് കൊടുത്ത ഹൈപ്പാണ് ഇത്തരം പരസ്യങ്ങൾക്ക് പിന്നിലുണ്ടായിരുന്നത്. മറ്റൊരു രസകരമായ കാര്യം, കറുത്തമ്മേ നീ എന്നെ വിട്ടുപോവുകയാണോ എന്ന പരീക്കുട്ടിയുടെ ആ വിളി. മനസ്സിനക്കരെ എന്ന സത്യനന്ദിക്കാട്ടിൻ്റെ സിനിമയുടെ ഷൂട്ടിങ്ങിന് തൃശ്ശൂരിലെത്തിയ ഷീലാമ്മയോട് ഒരു ചെറുപ്പക്കാരൻ ചോദിച്ച ഒരു ചോദ്യമാണ്. എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഷൂട്ടിംഗ് കാണാൻ വന്ന ഒരു ചെറുപ്പക്കാരൻ ഷീലാമ്മയോട് ഇങ്ങനെ ഒരു വാചകം പറഞ്ഞു: കറുത്തമ്മേ നീ എന്നെ വിട്ടുപോവുകയാണോ എന്ന ആ വാക്യം. ഷീലാമ്മ പിന്നീടൊരു പൊതുവേദിയിൽ നടൻ മധുവിനെ സാക്ഷി നിർത്തി ഇത് പരീക്കുട്ടിക്കുള്ള സമ്മാനമാണ് എന്ന് പറയുകയുണ്ടായി. അതായത് തലമുറകൾ എത്ര മാറിയിട്ടും
രാമു കാര്യാട്ടും എസ്.എൽ. പുരം സദാനന്ദനും ചേർന്നെഴുതിയ ആ തിരക്കഥയുടെ വെളിച്ചത്തിന് ഒരു കുറവും ഒരു ഭംഗവും സംഭവിച്ചില്ല എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. സത്യത്തിൽ മലയാള സിനിമയിൽ ഒരു ചരിത്രം തന്നെയാണ് ചെമ്മീൻ എഴുതിയതും ചെമ്മീൻ തിരുത്തിയതും. ഇന്നും നമുക്ക് ചെമ്മീൻ കാണാൻ ഇഷ്ടമാണ് എന്നത് തന്നെയാണ് ആ ചിത്രത്തിനെ പിന്നീട് ശ്രദ്ധേയമാക്കുന്നതും. തകഴി എന്ന വിശ്വസാഹിത്യകാരൻ്റെ നോവലിന് ഇത്രത്തോളം ആഗോള പ്രശസ്തി നേടിക്കൊടുത്ത മറ്റൊരു സിനിമയും വേറെയില്ല. ചെമ്മീനിൻ്റെ തിരക്കഥയുടെ കഥ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി. അടുത്തിടക്കം കാണുന്നതുവരെ നമസ്കാരം.